ഇന്ന് നമുക്ക് പാൽക്കപ്പ ഉണ്ടാക്കിയാലോ? എല്ലാവരും പാൽക്കപ്പേൻ്റെ കൂടെ ബീഫല്ലേ ഉണ്ടാക്കാറ്, പക്ഷെ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചിട്ടോ. പാൽക്കപ്പയും നല്ല അടിപൊളി ഗ്രേവിയോടെ കൂടെയുള്ള മത്തിക്കറിയും. അപ്പം എങ്ങനെയാ നോക്കിയാലോ? ഇനി ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുള്ള കപ്പ ഒരു കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. കുക്കറിലാകുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. ഇനി അതിൻ്റെ അകത്തുള്ള വെള്ളം ഒറ്റി കളഞ്ഞിട്ട് നമ്മൾ എന്തിലാണോ പാൽക്കപ്പ ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തേങ്ങേൻ്റെ സെക്കൻഡ് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് സാൾട്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കപ്പ വേവിക്കുന്നതിനും കൂടുതലായിട്ട് വെന്തിട്ടൊന്ന് ഉടഞ്ഞു കിട്ടണം കേട്ടോ. നന്നായിട്ട് ഉടക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളി, പച്ചമുളക്, ഗാർലിക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി അതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ നമ്മൾ തേങ്ങേൻ്റെ ഫസ്റ്റ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി വറവിനായിട്ടൊരു പാന് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കൂടെ കുറച്ച് ചെറിയുള്ളിയും കടുകും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മളെ പാൽക്കപ്പ് റെഡി ആയിട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പാൽക്കപ്പ്. നമ്മളെ വെളുത്തുള്ളിൻ്റെയും ആ ചെറിയുള്ളിൻ്റെയും ആ ഒരു നല്ലൊരു ടേസ്റ്റൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ രീതിയിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.